ഒരു മാഷ് ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടുത്തെ കുട്ടികൾ വളരെ മോശം സ്വഭാവത്തിൽ വളർന്നു വരുന്ന കുട്ടികളായിരുന്നു. ഈ മാഷ് അവിടെ വന്നതിന് ശേഷം അടക്കവും ചിട്ടയും ഒക്കെ കൊണ്ടുവന്നു. കുട്ടികളെ പരിശീലിപ്പിച്ചു. കുട്ടികളൊക്കെ മാഷ് വരുമ്പോൾ തന്നെ പേടിയാണ്. അവർ മാഷ് വന്നപാട് അവരുടെ സ്വഭാവമൊക്കെ നന്നാക്കും. വളരെ പേടിയും ബഹുമാനമായിരുന്നു മാഷിനോട്. ഇങ്ങനെ മാഷ് ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി പോകേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും കരച്ചിലായിരുന്നു. എല്ലാവരും മെസ്സേജുകൾ അയച്ചു, മാഷ് പോവാണ്, ഇനി മാഷിനെ കാണുമോ ഉള്ളൊരു സങ്കടത്തിലായിരുന്നു. അങ്ങനെ മാഷിന് വലിയ ഫെയർവെല്ലൊക്കെ നടത്തി മാഷിനെ പറഞ്ഞയച്ചു. മാഷ് പോയ പിറ്റേന്ന് മുതൽ ആ കുട്ടികളെല്ലാം പഴയതുപോലെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കളിച്ചും ചിരിച്ചും നടക്കാൻ തുടങ്ങി. ഇതുപോലെ ആവരുത് നമ്മൾ റമദാൻ മാസം നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച ഒരു മാഷാണ്. റമദാൻ മാസം തീരാനാകുമ്പം പലവരും റമദാൻ പോവാണല്ലോ, ഇനി വരുമോ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ പഴയതുപോലെ ആയാൽ ആ സങ്കടം പറച്ചിലും ആ കാണിക്കുന്ന ബഹുമാനമൊക്കെ വെറും കാപട്യമാവില്ലേ? അങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ ആ മാസം എങ്ങനെയാണോ നമ്മൾ ചിലവഴിച്ചത് അതുപോലെ അങ്ങോട്ട് ചിലവഴിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കേണ്ടതുണ്ട്, തഖ്വ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ.